28-ാം നമ്പർ പോളിംഗ് ബൂത്തായ മന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിൽ മാസങ്ങൾക്ക് മുൻപ് പൊളിച്ച മതിൽ പുനർനിർമ്മിച്ചിട്ടില്ലെന്ന് പരാതി. തുറസായി കിടക്കുന്ന ഈ പ്രദേശത്ത് പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചതാണ് വോട്ടർമാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പോളിംഗ് സമയം കഴിഞ്ഞ് ഗേറ്റ് അടക്കാൻ പറ്റാത്തതും മറ്റ് സംവിധാനങ്ങളില്ലാത്തതും അതിലേറെ പ്രതിസന്ധി ഉളവാക്കുന്നതാണ്. മാസങ്ങൾക്ക് മുൻപാണ് മന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ മുൻഭാഗത്തെ മതിൽ പൊളിച്ചത്. എന്നാൽ ഇതുവരെ അത് പുനർനിർമ്മിക്കാത്തത് മൂലം 28-ാം നമ്പർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഏറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിലവിൽ അപായ സൂചന മുന്നറിയിപ്പ് നൽകുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തതും ഇരുദിശയിൽ നിന്നും വാഹനങ്ങൾ വരുമ്പോൾ കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. തുറസായി കിടക്കുന്ന ഇവിടെ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചത് വോട്ടർമാരെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് പരാതി. പ്രവേശന കവാടത്തിലെ ഭാഗം മണ്ണിട്ട് നികത്തി ഇറങ്ങുന്നതിന് സൗകര്യപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത മഴ മൂലം ഈ ഭാഗത്തെ മണ്ണൊലിച്ച് താഴേക്കിറങ്ങിയത് മൂലം ചെളിയും രൂപപ്പെട്ടിട്ടുണ്ട്. 881 വോട്ടർമാരുള്ള പോളിംഗ് ബൂത്താണ് മന്നപ്ര ഗവൺമെന്റ് ഹൈസ്കൂൾ ബൂത്ത്. ഡ്യൂട്ടിക്ക് വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്കും വോട്ടർമാർക്കും യാതൊരു സുരക്ഷയുമില്ലാതായാൽ പോലീസും രാഷ്ട്രീയ പാർട്ടിക്കാരും വരെ തർക്കത്തിനും കാരണമായേക്കാം. ന്യൂസ് ബ്യൂറോ, അങ്കമാലി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,